ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വമ്പൻ പാളിച്ചയാണ് ഇന്ന് പറ്റിയതില്ലേ. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നില്ല. ഓരോ ഡിപ്പും തന്നപ്പോഴും അവിടുന്ന് പിന്നെയും മാർക്കറ്റ് കയറി പോവുകയാണ് ചെയ്തത്. നമ്മളുടെ വ്യൂ ഇന്ന് കംപ്ലീറ്റ് പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ് ഡൗൺ പ്രതീക്ഷിച്ചിരുന്നു. ആ ഗ്യാപ് ഡൗണിൽ തന്നെ മാർക്കറ്റ് വന്നു. അപ്പം പി ഹോൾഡ് ചെയ്തവരോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനിയും രണ്ടാമതൊരു ട്രേഡ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് പതുക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിച്ചു. അതിനുശേഷം വലിയൊരു ക്യാൻഡിൽ വീണു. മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി നമ്മൾ ഈ 24,143 എത്തിയപ്പോൾ 24.80-നും 24-ത്തിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു. അവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നൽകി 24,143 എത്തിക്കഴിഞ്ഞപ്പം അവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. മാർക്കറ്റ് അവിടെ കൺസോൾട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ കൂട്ടിനകത്ത് കയറി നമ്മളോട് ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു. ആ വരയെ തട്ടി തിരിച്ചു വന്നു. വീണ്ടും താഴെ വന്ന് 24,000 നമ്മുടെ കൂടിൻ്റെ ബോട്ടം ടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ചു പോയി. അതിനകത്ത് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പം വ്യൂ പാളി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവമൊന്നുമല്ല. പിന്നെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിനും എന്തുണ്ട് ഒരു മറുവശം ഉണ്ട് എന്നുള്ള കാര്യം മറക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏത് കെടികെട്ടിയവനാണെങ്കിലും ഒരു വ്യൂ പറയുമ്പോൾ നിങ്ങൾക്കും കൂടെ ആ വ്യൂവിൽ ബോധ്യം വരണം. അങ്ങനെ ബോധ്യം വന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളൊരു ട്രേഡ് എടുക്കാവൂ. അല്ല സാറ് പറഞ്ഞു അതുകൊണ്ട് എടുത്തേക്കാം എന്ന് അങ്ങനെ ഒരു വ്യൂ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങൾക്കൊരു ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്കൊരു കൺവിക്ഷനുണ്ട്. ആ കൺവിക്ഷൻ പ്രകാരം മാത്രമേ നിങ്ങൾ, അത് ഞാനെന്നല്ല ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൺവിക്ഷനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, അപ്പോൾ എന്തായാലും പണി പാളിയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ വീണ്ടും തിരിച്ച് താഴെ വരും എന്നുള്ളതാണ്. കാരണം ഞാനിന്ന് അങ്ങനെ ഒരു വ്യൂ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് തുറന്ന് കാണിക്കുക. ഒരു സെക്കൻഡ്. ഈ കാണുന്ന നമ്മുടെ ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റാണ്. രാവിലെ മുതൽ നിങ്ങൾ നോക്കിയാൽ ജപ്പാൻ മാർക്കറ്റ് 2%, 1315 പോയിന്റ് വീണു. ഓക്കെ, ബാക്കി എല്ലാവരും റെഡിലാണ് നല്ല രീതിയിൽ. 3.48, 2%. പിന്നെ നമ്മുടെ കൊറിയൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9% കൊറിയൻ മാർക്കറ്റ് വീണു. അങ്ങനെ എല്ലാ ഏഷ്യൻ മാർക്കറ്റും നല്ല രീതിയിൽ പൊട്ടിത്തകർന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് എന്തായാലും ഇന്ന് പൊട്ടും, മാർക്കറ്റ് താഴോട്ട് തന്നെ ഇറങ്ങി വരും മേലോട്ട് പോയാലും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ എത്താൻ കാര്യം അത് തന്നെയാണ്. നമ്മളെപ്പോഴും ഒരു വ്യൂ പറയുമ്പം അതിന് ഉപോത്ബലമായിട്ട് പല ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും കാണും ഇല്ലേ. ആ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യൂ പറയുന്നത്. എനിവേ എന്തായാലും അതിന് ഓപ്പോസിറ്റ് ഒരു മൂവായിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നടത്തി. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ യാതൊരു അടിസ്ഥാനമില്ലായിരുന്നു. പിന്നെ ആകെയും പോകെ IT ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നിഫ്റ്റി ഇന്ന് പിടിച്ചു നിന്നത്. നാളെ ഇനിയിപ്പം ഈ പെർഫോമൻസ് നാളെ IT നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയണം. ഓക്കെ, എന്തായാലും നാളെ ഇതുപോലത്തെ പെർഫോമൻസ് ആണ് IT നടത്തുന്നതെങ്കിൽ കണ്ടറിയാം എന്തായാലും നാളെ എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്ലോബലി ഉള്ള ന്യൂസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ്. കാരണം ട്രംപ് ഇപ്പോൾ പുതുതായിട്ടിപ്പം ഒരു സംഭവം പറഞ്ഞത്, ഹോർമോസിൽ ആദ്യം ഇറാനാണ് ഫീസ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോർമോസിൽ ഇനി മുതൽ അവർ സെക്യൂരിറ്റി കൊടുക്കും. അമേരിക്ക സെക്യൂരിറ്റി കൊടുക്കും. അപ്പോൾ അതിന് പകരം അവർക്ക് ഫീസ് കൊടുക്കണം. ആർക്ക്? അമേരിക്കയ്ക്ക് ഫീസ് കൊടുക്കണം. 20% പുള്ളി ചോദിച്ചേക്കുന്നത്. ടോട്ടൽ കോസ്റ്റിൻ്റെ 20% അവർക്ക് സെക്യൂരിറ്റി ചാർജസ് ആയിട്ട് കൊടുക്കണം എന്നുള്ള കാര്യം. എങ്ങനെയുണ്ട്? ഞാനെപ്പോഴും പറയാറില്ലേ, കമന്ന് വീണ കാപ്പണം കൊണ്ട് പൊങ്ങുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും പുള്ളി വന്ന് ഇടങ്കോലിട്ടിട്ടുണ്ട്. ഇനി എന്തായി തീരുമാനമില്ല. അത് കേട്ട പാതി മാർക്കറ്റുകളെല്ലാം പൊട്ടാൻ തുടങ്ങി. US മാർക്കറ്റും ഗ്രീനിലായിരുന്നു, പക്ഷേ ഇപ്പം പതുക്കെ പൊട്ടാൻ തുടങ്ങി. ക്രൂഡ് ചെറുതായിട്ട് പൊട്ടി 74.5 $74 WTI ക്രൂഡിന്. അപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും അത് കേട്ടപ്പം ഒന്ന് പൊട്ടി. നമുക്ക് നോക്കാം ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഈ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഏതാണ്ട് 10-60-70 പോയിൻറ്റോളം നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വാഗ്വാദങ്ങൾ പലതും വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് രാത്രി കണ്ടറിയാം. അപ്പോൾ എന്തായാലും
നാളെ വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള ഒരു പ്രതീതിയാണ് നിലവിൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എന്ത് വേണമെങ്കിലും മാറി മറിയാം. ഓരോ ട്രംപിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലൂടെ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റിനെതിരെ ഒരു ഓപ്പോസിറ്റ് മൂവാണ് ഇന്ന് നടന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് നാളെ എക്സ്പയറി ആണ്. മാക്സിമം നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം റീറ്റെയിലേഴ്സ് എല്ലാം ഇന്ന് നെഗറ്റീവ് പ്രതീക്ഷിച്ചു, ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചു. അതിനുശേഷം ഈ ഒരു പ്രശ്നം കൊണ്ട് മാർക്കറ്റ് പൊട്ടി തകർന്നു പോകും എന്നാണ് പ്രതീക്ഷിച്ചത്. ഓരോ ഹൈ വരുമ്പോഴും ഒരു സെല്ലിങ് പ്രഷർ വരും എന്ന് പ്രതീതി കൊണ്ട് ആൾക്കാർ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ പൊക്കിക്കൊണ്ട് പോയി അവസാനം നമ്മളെല്ലാം പെടുത്തി. ഓക്കെ, എനിവേ എന്തായാലും ഒരു ദിവസം പെടുത്തി, എല്ലാ ദിവസവും അങ്ങനെ പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യം നാളെ നമുക്ക് കണ്ടറിയാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പിടിച്ചു നിർത്തിയത് മുഴുവൻ IT ആണ്. അപ്പോൾ നാളെ ഈ ഒരു പെർഫോമൻസ് IT നടത്തുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. ഓക്കെ, അപ്പം മാർക്കറ്റിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ CPI ഡേറ്റ വന്നായിരുന്നു. അത് 4.38 ആണ് വന്നിരിക്കുന്നത്. അതായത് RBIയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ 4% ആണ്. ഓക്കെ, അപ്പം 4%ഒക്കെ കൂടുതലാണ്. 4.38 ആണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പം പച്ചക്കറി സാധനങ്ങൾക്കൊക്കെ ഭയങ്കര തീ പിടിച്ച വിലയാണ് അല്ലേ. ഇപ്പം നമ്മൾ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് പച്ചക്കറിയുടെയൊക്കെ വില നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഇപ്പം ഈ വഴിയരിയിലൊക്കെ ഈ പെട്ടിയോട്ടയിലിട്ട് വിൽക്കുന്ന കണ്ടില്ലേ, 3 കിലോ 4 കിലോ സവാള 100 രൂപ എന്ന് പറഞ്ഞ സവാളയ്ക്ക് ഇന്ന് കിലോ 50. ഇന്ന് ഞാൻ 2 കിലോ മേടിച്ചത് 100 രൂപയ്ക്കാണ് ഇന്ന് 2 കിലോ സവാള വാങ്ങിച്ചത്. 1/4 കിലോ ഇഞ്ചി മേടിച്ചത് 70 രൂപയ്ക്കാണ്. 70 രൂപ 1/4 കിലോ ഇഞ്ചിക്ക് 70 രൂപ. അപ്പം എല്ലാത്തിനും തക്കാളിക്ക് കിലോ 50 രൂപ. അപ്പോൾ എല്ലാത്തിനും പച്ചക്കറികൾക്കൊക്കെ വില കൂടി. ഈ ഇങ്ങനെ വില കൂടുന്നത് ഇൻഫ്ലേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ക്രൂഡ് ഓയിലിന് വില, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൂടും. അപ്പോൾ എല്ലാം കൊണ്ടും അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ത്യക്ക് ഇന്ന് വന്ന ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നാളെ വീണ്ടും മാർക്കറ്റ് 24,000 ടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നും എന്ത് പറഞ്ഞാലും രാത്രിയിൽ US മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നാളെ നമുക്ക് നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് എടുക്കുകയാണെന്ന് ഇൻട്രാഡേ ബേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ ഒരു അപ്സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട് ബ്രേക്ക് ചെയ്ത് പോകണം. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,143 നമ്മൾ ശ്രദ്ധിക്കുക. 24,143 താഴെ പോയാൽ വീണ്ടും നമ്മൾ 24,000 ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും. അല്ല, ഇത് ഈ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് ഈ കൂട് ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24,376 കാണും. അപ്പം നാളെ നിർണായകം ഈ കൂട് തന്നെയായിരിക്കും. ഈ കൂടിനകത്ത് എന്ത് സംഭവിക്കും നോക്കുക. ഏത് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. വോളറ്റാലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇന്നത്തെ ഈ കയറ്റം കൂടെ ചേർത്ത് നാളെ നമുക്കിട്ട് പണി തരുമോ എന്നുള്ള കാര്യം നാളെ നമുക്ക് കണ്ടറിയാം. കാരണം ഇന്നിപ്പോൾ ഈ കാര്യമെല്ലാം തേച്ച് കഴുകി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റായിരുന്നു, എങ്ങോട്ടും പോയില്ല. എത്ര 85 പോയിൻറ്റ് മാത്രമാണ് ഒരു പോസിറ്റീവ്നെസ്. ഓക്കെ, ബട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം അതും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ്, 18 പോയിൻറ്റ് ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ്. എല്ലാവരും ഗ്യാപ്പ് ഡൗൺ റിക്കവർ ചെയ്തു ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ്, 0 പോയിൻറ്റ് സ്റ്റേജിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നാളെ വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാർക്കറ്റ് വരുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. കാരണം അൺസർട്ടനിറ്റിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ഹോർമൂസ് ഞങ്ങൾ അടച്ചിരിക്കുന്നു, ക്ലോസ് ചെയ്ത് കിടക്കണം, റിമെയിൻ ക്ലോസ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ അമേരിക്ക പറയുന്നു ഇല്ല, ഓപ്പണാണ്, ഞങ്ങൾ സെക്യൂരിറ്റി കൊടുക്കും എന്ന് പറയുന്നത്. അപ്പം ഇനി അവിടെ എന്ത് എസ്കലേഷൻ നടക്കും എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, ഡ്രോണുകൾ പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് രാത്രിയിൽ നിർണായകമാണ്. ഇന്ന് രാത്രി നമുക്ക് നോക്കാം. കാരണം ഓരോ ദിവസം ഞാനിങ്ങനെ പറയുന്നെങ്കിലും നിങ്ങൾ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കുക. ഓക്കെ,
മാക്സിമം എങ്ങനെ നമ്മളെ പെടുത്താം, റീറ്റെയിലേഴ്സിനെ പെടുത്താം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കൂടുതലൊന്നും സംസാരിക്കാനില്ല, സംസാരിച്ചൊരു കാര്യമൊന്നുമില്ല. കാരണം ഇന്നത്തെ നമ്മുടെ വ്യൂ മുഴുവൻ പാളിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. ആ ഡേറ്റയ്ക്കെതിരെ ആണെന്ന് മാർക്കറ്റ് സഞ്ചരിച്ചത്. ഓൺലി ഇന്ത്യൻ മാർക്കറ്റ്, അതാ രസം. ഓൺലി ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഇങ്ങനെ എതിരെ ഒരു മൂവ് നടത്തിയത്. ആ മൂവ് നാളെയും നടത്തോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. എനിവേ നാളെ ഇതുപോലെ തന്നെ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ വീണ്ടും നേരത്തെ തന്നെ ഒരു വോയിസ് ഞാനിടാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഒത്തിരി പേര് പനി എങ്ങനെയുണ്ട്, തൊണ്ടയ്ക്ക് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പം എല്ലാവരോടും താങ്ക് യു ഓൾ. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.